അപ്പം നമുക്ക് ഉണ്ണിമോളെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. ഉണ്ണിമോക്ക് ഇനി നമുക്ക് കുറുക്ക് കൊടുക്കാം. പണ്ട് ഒരു ഷൂട്ടർ ഉണ്ടായിരുന്നേ, ഷൂട്ടറത്തിന്റെ പേരാണേ ഉണ്ണിക്കുട്ടൻ. അതാണ് ഉണ്ണിക്കുട്ടൻ ഷൂട്ടർ. അങ്ങനെ ഗൈസ് ഉണ്ണിമോക്ക് കുറുക്കൊക്കെ കൊടുത്ത് അവളെ ഞാൻ കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോയി കുളിക്കണം. അതിന് മുമ്പ് നമുക്ക് ഒരാളെ കണ്ടിട്ട് നമ്മുടെ ഉണ്ണിമോക്ക് ഭാവിയിൽ ഞങ്ങള് ശ്രീധരമായി ഇത് ഞങ്ങൾ ആദ്യമായിട്ട് മൂന്നാറിൽ പോയപ്പോ വാങ്ങിച്ചേട്ടോ ഈ ചന്ദനത്തൈ. ഉണ്ണേന്റെ ഈ ചെടിയിൽ വെള്ളം ഒഴിക്കുന്നതും ചെടി നട്ട് വളർത്തുന്നതൊക്കെ വലിയ ഇഷ്ടം കേട്ടോ. ഉണ്ണേൻ്റെ കൂടെ എനിക്കും ആ ഇഷ്ടങ്ങളൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊരു ചെറിയ മടിച്ചാണ്, അതുകൊണ്ട് തന്നെ ഉണ്ണേണ്ടാണ് ഇതാൾക്ക് കൂടുതൽ നോക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വയ്യാത്തോണ്ട് തന്നെ ഇന്നത്തെ തുണിയൊക്കെ വിരിച്ചിരുന്നത് ഉണ്ണേന്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അമ്മയോട് സംസാരിക്കുവാനോ, കൈ കൊട്ടി കാണിക്കുവാനോ, അല്ലാതെ ഹായ് കറ്റുവാനോ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. സമയത്ത് അങ്ങനെ പറയുന്ന ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പനിയൊക്കെ വരുമ്പോൾ തല നനച്ച് കുളിച്ചാൽ മതി, പനി മാറും. ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം. സാധനം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ബയോ ഇതാണ് അഗാരോ ഓളിമിസർ HV2171 ഹെയർ ഡ്രയർ. ഹെയർ ഡ്രൈ ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും ഒരേപോലെ പറ്റുന്ന സൂപ്പർ സിമ്പിൾ ടൂൾ. 1200 വാട്ട് പവറിനുള്ളതിനാൽ ഹെയർ വേഗത്തിൽ ഡ്രൈ ആക്കുകയും നാച്ചുറൽ വോളിയം തരികയും ചെയ്യും. അതുകൂടാതെ ഇതിന്റെ ഓവൽ ഷേപ്ഡ് ബാലൻ സ്മൂത്ത് റൗണ്ട് എഡ്ജ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനും സൈഡ് കേൾ ലുക്ക് കിട്ടാനും സഹായിക്കും. 360 ഡിഗ്രി ഹീറ്റ് ബെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഹെയർ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ലോഡഡ് ടെക്നോളജി ഉള്ളതിനാൽ ഫിക്സി ഹെയർ സ്മൂത്ത് ആക്കി ഷൈനി ലുക്കും കിട്ടും. ഇത് ക്രൗൺ ഏരിയ തൊട്ട് ഇത് സ്ലോലി ബ്രഷ് പോലെ യൂസ് ആക്കിയാൽ ഹെയറിന് ബ്യൂട്ടിഫുൾ ഓളിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സൈഡ് പോർഷനിലൊക്കെ ഫിനിഷ് ആൻഡ് സ്മൂത്ത് ലുക്കും കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഫ്യൂസ് മിനിറ്റ്സ് കൊണ്ട് തന്നെ ഹെയർ ഡ്രൈ, സ്മൂത്ത് ഓളിയം, അതുപോലെ തന്നെ പെർഫെക്റ്റ് സലൂൺ ലുക്കും കിട്ടും. പിന്നെ ഈസി സ്റ്റൈലിംഗ്, ഫാസ്റ്റ് ഡ്രൈയിങ്, സലൂൺ ഫിനിഷിംഗ്, ഇതിനൊക്കെ അഗാരോ ഓളിമിസർ ഹെയർ ഡ്രയർ പെർഫെക്റ്റ് ഫോർ എവറിഡേ സ്റ്റൈലിംഗ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാനും എളുപ്പമാണ്. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പൊ കഥകൊക്കെ പൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. കാരണം കുറച്ച് സമയം താമസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ടിലാണോ പോണേ? ഇനി കുറച്ച് നാളത്തേക്ക് യാത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം സ്കൂട്ടിയിലായിരിക്കും. ഞാൻ സ്കൂട്ടി പഠിച്ചതും ഇതേ സ്കൂട്ടിയിലാട്ടോ. ഇതിലൊക്കെ പോകുന്ന വൈബ് വേറെ ഒന്ന് തന്നെയാണ്. പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധനം എല്ലാം വാങ്ങും മുമ്പ് ഷോപ്പിൽ കയറി ഒരു ജ്യൂസ് കുടിച്ച് അംഗം കുറിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ സ്വന്തം സ്കൈലൈറ്റ് കയറി കേട്ടോ. പനി ആയതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് തണുപ്പൊന്നും കഴിച്ചില്ല. പക്ഷെ എൻ്റെ ഒരാൾ അടിച്ച് മാറ്റി കുടിക്കുന്നുണ്ട് കേട്ടോ. സാരമില്ല, കെട്ടിയവനായി പോയില്ലേ, കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും എന്ത് കഴിച്ചാലും കുടിച്ചാലും നമ്മുടെ ഉണ്ണിമോക്കും കൊടുക്കണമല്ലോ. ഉണ്ണിമോള് ഉറക്കമാണ്. അങ്ങനെ ഞാൻ അവൾക്ക് കുറച്ച് ജ്യൂസ് കൊടുത്തു കേട്ടോ. ഇത് കാണുന്ന അമ്മമാരെ എന്നെ ചീത്ത വിളിക്കല്ലേ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഉണ്ണിമോക്ക് കൊടുക്കരുത്, ഉറങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കും കൊടുക്കരുത്. ഞാനിത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിനും പറയുന്നത് ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ കൊടുക്കരുത്, മണ്ടേ കയറുമെന്ന്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആവർത്തിക്കില്ല കേട്ടോ. അത് പറഞ്ഞു തന്നോണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ അത് തുടച്ചെല്ലാം മാറ്റി കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഉണ്ണിയണ്ണൻ ഒരു അംഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഉണ്ണിയണ്ണൻ മാംഗോ സ്മൂത്തി ആയിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് പനിയായതുകൊണ്ട് എനിക്കത് വാങ്ങി തന്നില്ല. എന്നാലും എനിക്ക് അതിൽ നിന്നൊരു ഇച്ചിരി തന്നു കേട്ടോ. അങ്ങനെ ജ്യൂസുമായിട്ടുള്ള അംഗക്കുറിക്കലെല്ലാം കഴിഞ്ഞ് നേടി സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങണമായിരുന്നു. ഞാൻ ആദ്യമേ പോയി പിടിച്ച ബ്രഷിലാട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത്രയും നാളായിട്ട് പല്ല് തേക്കാറില്ല. പല്ലൊക്കെ തേക്കാറുണ്ട്. എനിക്ക് പല്ലിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് വേണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പോയി പിടിച്ചത് കുഞ്ഞുങ്ങളെ ബ്രഷിലാട്ടോ. താമസിയാതെ എനിക്കത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. ഹാർഡായിട്ടുള്ള ബ്രഷ് മാറ്റി സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് എടുക്കാന്ന് പറഞ്ഞാണ് പോയി കുഞ്ഞുങ്ങളെ ബ്രഷ് പിടിച്ചത് കേട്ടോ. ആദ്യം ഞാൻ ഉണ്ണിയോട് പറഞ്ഞപ്പോൾ അത് വേണ്ട, വേറെ ബ്രഷ് എടുക്കാന്ന് പറഞ്ഞു. അവസാനം എന്റെ കിട്ടിയത് അതങ്ങ് സമ്മതിച്ചു. ബേബി ടൈപ്പ് ഉണ്ണിമോക്കല്ല എനിക്ക്. പിന്നെ ഞങ്ങൾ കണ്ടുപോയത് പാപ്പത്തിലോട്ടാ. പാപ്പോ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഉണ്ണിയുണ്ട് ഒരേപോലെ ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഏത് ഉറക്കത്തിൽ തന്നാലും ഞങ്ങൾ രണ്ടുപേരും കഴിക്കും. അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഉണ്ണിമോക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് വന്നത്. അവൾക്ക് സോപ്പും ബോഡി ലോഷൻ ഒന്നും ഇല്ലായിരുന്നു, അതെല്ലാം തീർന്നിരിക്കുവായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് കുളിക്കാൻ സോപ്പ് എടുക്കണമായിരുന്നു. ഞങ്ങൾ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഉണ്ണേനെ അവൾക്ക് വലുതെടുത്ത് കൊടുത്തിട്ട് എനിക്ക് അതിന്റെ ചെറിയ ബോഡി ലോഷനും എടുത്തതാണെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു ഞാൻ. അത് നമ്മുടെ ഉണ്ണിമോൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു. ഞാനും എന്റെ മോള് മാത്രമേ ക്യാമറയിൽ നോക്കുന്നുള്ളൂ.
2 കള്ളന്മാരെത്തിയിരിക്കുന്നു. ഇത് വേണ്ടേ ചോറുണ്ട്? വേണ്ട, അത് വലുത് വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ ആവശ്യമില്ലാത്തെല്ലാം പറക്കിയെടുക്കുന്നത് എന്തിനാണ്? ഇന്നെന്നെ കൊണ്ട് സത്യത്തിൽ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാ ആക്രി ഓർഡറും ഉണ്ണിമോളെ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു ചെറിയ നെയ്യ് എടുക്ക. പിന്നെ 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 ഇവിടത്തെ ഇനി മൊത്തം എടുത്തിട്ട് ഉണ്ണണം വരത്തുള്ള കണ്ണിക്കണ്ണിന്റെ മൊത്തം വാരി കൂട്ടുക. 2 ദിവസം വീട്ടിൽ കാണും. ഇറങ്ങിപ്പോവാ. ഇവിടെ ഒന്ന് ചവിട്ടി. ഇവിടെ എന്തിനാണ് നമ്മൾ ചവിട്ടിയത്? ഇവിടെ നമ്മൾ വണ്ടി ചവിട്ടിയത് വേറൊന്നിനല്ലെന്ന് 1-2 ലേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ. ഉണ്ണേണ്ണാണ് എനിക്കിത് വാങ്ങി തന്ന് ശീലിപ്പിച്ചത്. സ്ഥാപനത്തിൽ നിന്ന സമയത്തൊക്കെ ഇത് കഴിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അതിനിരട്ടി എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതെടുക്കണോന്നൊക്കെ കൺഫ്യൂഷനാണ്. എല്ലാത്തിൻ്റെ ഒന്നും ടേസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് സെക്ഷനിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. അതും നമ്മുടെ സ്വന്തം പറക്കോട് മോർ സൂപ്പർ മാർക്കറ്റിലായിരുന്നു കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും സാധനം വാങ്ങാൻ അവിടെയാണ് പോകുന്നത്. ഇനി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ സാധനങ്ങൾ എടുക്കാം. അതും ഇത്ര വലിയ സൂപ്പർ മാർക്കറ്റ് ഇത്രയും പേര് വരുന്നിടത്ത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഷോക്കായി പോയി കേട്ടോ. ഇത് സ്റ്റാഫിനോടൊന്നും പറയാതിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്നൊരു ബില്ലടിക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞു. പക്ഷെ സ്റ്റാഫ് വലിയ മൈൻഡ് കാര്യങ്ങളൊന്നും ചെയ്തില്ല, ചിരിച്ചു കളയുകയാണ് ചെയ്തത്. പിന്നെ അവരതെടുത്ത് മാറ്റി കാണും. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങ് പോകുന്നായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന അമ്മമാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉണ്ണിമോൾ നോക്കുന്ന വേറൊന്നുമല്ല, ഇത് എപ്പോഴും ഈ ഫോണേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് ഉണ്ണിമോളെ നോട്ടം. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് സാധനം എടുത്തോളൂ. പക്ഷെ ഒത്തിരി പൈസയായി ഗൈസ്. നമ്മൾ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവണം. ഉണ്ണിമോളുടെ കിടപ്പും മട്ടും ഭാരതിയൊക്കെ കണ്ടാൽ തോന്നും അവളാ വണ്ടി ഓടിച്ചത്. സത്യത്തിൽ ഞാനാ വണ്ടി ഓടിച്ചത്. ഉണ്ണിമോളെയും വെച്ചുകൊണ്ട് വന്നതോ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അയ്യോ പനിയാ ഗൈസ്. മൂക്കൊക്കെ ഒലിച്ച് വയ്യ, പനിയാ. എന്നിട്ട് എന്നെ ഈ കെട്ടിയോനെന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ക്ഷീണിച്ചോ നീ? എന്തുവാ എന്തോ പറ്റി? നീയാണോ ഷൂട്ടി ഓടിച്ചിരുന്നേ? പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നിട്ടാട്ടോ. എൻ്റെ ചെവിക്ക് പണി കിട്ടി, തൊണ്ടയ്ക്ക് പണി കിട്ടി, മൊത്തത്തിൽ ഫുൾ ഡാമേജ് കേട്ടോ. ഉണ്ണിയാണ് 2 പേഷ്യൻറ്റിനെയും കൊണ്ടാണ് ഇരിക്കുന്നത്. ഉണ്ണിമൊക്കും പനിയായി, എനിക്കും പനിയായി. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കുള്ള കമൻറ്റ് എന്തുമാവട്ടെ അത് കമൻറ്റ് ബോക്സിൽ പറയണം.